നമുക്ക് ചൈനീസ് റവല്യൂഷനെ പറ്റി നോക്കാം. ചൈനീസ് റവല്യൂഷൻ എന്ന് വെച്ചാൽ ഇത് ഒരു സിംഗിൾ കാര്യമോ അല്ലെ ഒരു റിവോൾട്ടോ അല്ല, പക്ഷേ ഒരു സീരീസ് ഓഫ് ഐറ്റംസ് ആണ്, സീരീസ് ഓഫ് ഈവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നത് 1911 റവല്യൂഷനാണ്. ഇത് ചൈനീസ് റവല്യൂഷൻ 1911 റവല്യൂഷൻ എന്ന് പറയുന്നത് സിൻഹായ് റവല്യൂഷനാണ്. ഓവർ ത്രൂ ദ ക്വിങ് ഡൈനസ്റ്റി എൻഡിങ് 2000+ ഇയേഴ്സ് ഓഫ് ഇമ്പീരിയൽ റൂൾ. അതായത് ഫോറിനേഴ്സിൻ്റെ റൂള് ഏകദേശം 2000 ഇയേഴ്സിൽ കൂടുതലായത് അത് സ്റ്റോപ്പ് ചെയ്തു. ഓവർ ത്രൂ ദ ക്വിങ് ഡൈനസ്റ്റി എൻഡിങ് 2000+ ഇയേഴ്സ് ഓഫ് ഇമ്പീരിയൽ റൂൾ. എസ്റ്റാബ്ലിഷ് ദ റിപ്പബ്ലിക് ഓഫ് ചൈന ഇൻ 1912. ഇത് 1911 വെരി നെക്സ്റ്റ് ഇയർ ആണ് റിപ്പബ്ലിക് ഓഫ് ചൈന എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. Led by Sun Yat-sen, who is regarded as the father of modern China, which is very important question ആണ്. സുൻ യാറ്റ്-സെന്നിൻ്റെ ഈ ഒരു 1911 റവല്യൂഷൻ നയിക്കുന്നത് സുൻ യാറ്റ്-സെൻ ആണ്, who is regarded as the father of modern China. Inspired by the principles of nationalism, democracy and people's livelihood. ഇതാണ് സുൻ യാറ്റ്-സെൻ്റെ 3 principles of the people. എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് നാഷണലിസം ഉണ്ട്, ഡെമോക്രസി ഉണ്ട് ആൻഡ് പീപ്പിൾ ലിവ്ലിഹുഡ്. ഇതാണ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ. നെക്സ്റ്റ് വരുന്നത് ചൈനീസ് സിവിൽ വാർ ആണ്. ചൈനീസ് റവല്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്ന 1927 സിവിൽ വാർ, അത് 1949, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2 വർഷം കൂടെ നിന്നു, അത്രയും ഇയേഴ്സ് സിവിൽ വാർ ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഫോർട്ട് ബിറ്റ്വീൻ ദ Kuomintang KMT led by Chiang Kai-shek and the Communist Party of China CPC led by Mao Zedong. Mao Zedong എന്ന് എവിടെയുണ്ട്, Mao Zedong എന്നും പറയാറുണ്ട്. സോ ഇത് ചൈനീസ് സിവിൽ വാർ ആരൊക്കെ തമ്മിലായിരുന്നു? കുവോമിൻടാങ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, അതായത് ചിയാങ് കൈഷെക്കും മാവോ സെതങ്ങും തമ്മിലാണ് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നത്. ഇൻട്രപ്റ്റഡ് ബൈ ദ സെക്കൻഡ് സിനോ ജാപ്പനീസ് വാർ. അതായത് ഇത് ഇടയ്ക്ക് കുറച്ചൊരു ഇൻട്രപ്റ്റ് ചെയ്തു. എന്തുകൊണ്ട്? സിനോ ജാപ്പനീസ് വാർ കാരണം കുറച്ച് ഇൻട്രപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 1949 ഇത് എൻഡ് ചെയ്യുവാണ്. എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതിൽ വിൻ ചെയ്യുന്നത്. ഈ ഒരു കുവോമിൻടാങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയും തമ്മിലുള്ള വാറിൽ ഈ 1949 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിജയിക്കുന്നത്. ദെൻ കംസ് കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ, അല്ലേ? കമ്മ്യൂണിസ്റ്റ് സർക്കാരായി പിന്നെ വരുന്നത് കമ്മ്യൂണിസ്റ്റ് റവല്യൂഷനാണ് 1949 തന്നെ. The People's Republic of China, that is PRC, was established on October 1, 1949. കണ്ടോ, 1949 പല സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഒക്ടോബർ 1 PRC, അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എസ്റ്റാബ്ലിഷ് ആവുന്നത്. ദ കുവോമിൻടാങ് റിട്രീറ്റഡ് ടു ടൈവാൻ വെയർ ദേ കണ്ടിന്യൂ ടു ക്ലെയിം ലെജിറ്റിമസി ആസ് ദ റിപ്പബ്ലിക് ഓഫ് ചൈന. അപ്പം ഓഫ് കോഴ്സ് നമുക്കറിയാം മാവോ സെതങ് ജയിച്ചു. അപ്പം ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ടുള്ള കുവോമിൻടാങ്ങിനെ എങ്ങോട്ട് പോയി? പിൻവാങ്ങപ്പെടേണ്ട വന്നു തായ്വാനിലേക്ക്. വെയർ ദി കണ്ടിന്യൂ ടു ക്ലെയിം ലെജിറ്റിമസി ആസ്, അവിടെ അവർ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നുള്ള രീതിക്ക്. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴും ആ ഒരു കോൺഫ്ലിക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചൈന പറയുന്നത് തായ്വാൻ അവരുടെ ഭാഗമാണെന്നാണ്, തായ്വാൻ പക്ഷെ പറയുന്നത് ദാറ്റ്സ് എ സെപ്പറേറ്റ് കൺട്രി എന്നാണ്. സോ ഈ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെയും പേര്. സോ അന്ന് തുടങ്ങിയ 49 തൊട്ട് തുടങ്ങിയ കാര്യമാണ്. ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി? 70-75 വർഷത്തിൽ കൂടുതലായില്ലേ? സ്റ്റിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്. സോ കീ റീഫോംസ് ആൻഡ് പോളിസീസ് പോസ്റ്റ് 1949. അതിനുശേഷം എന്തൊക്കെ കീ റിഫോംസ് ആണ് വന്നത് പെട്ടെന്ന് നോക്കാം. ലാൻഡ് റിഫോംസ് വന്ന് നിങ്ങൾക്കറിയാം. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ഫ്രം ലാൻഡ് ലോഡ്സ് ടു പെസൻസ്. സാധാരണ ഇതാണല്ലോ കമ്മ്യൂണിസത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നതാണല്ലോ റീഡിസ്ട്രിബ്യൂഷൻ. അത് പിന്നെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, അത് 1958 to 1962 ആണ്. എയിം ടു റാപ്പിഡ്ലി ഇൻഡസ്ട്രിയലൈസ് ബട്ട് ലെഡ് ടു വൈഡ് സ്പ്രെഡ് ഫെമീൻ. അതായത് പെട്ടെന്ന് ഇൻഡസ്ട്രിയലൈസ്, അത് അവരിപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അല്ലേ? പെട്ടെന്ന് അവരൊക്കെ ഒരു 1-2 മാസം കൊണ്ടൊക്കെ വലിയ കെട്ടിടങ്ങൾ പണിയും. ചിലപ്പോൾ അവർക്ക് ദിവസം മാത്രം മതിയായിരിക്കും. സോ എയിം ടു റാപ്പിഡ്ലി ഇൻഡസ്ട്രിയലൈസ് ബട്ട് ലെഡ് ടു വൈഡ് സ്പ്രെഡ് ഫെമീൻ. ദാരിദ്ര്യത്തിലേക്ക് വഴിമാറപ്പെട്ടു. ദെൻ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് കഴിഞ്ഞിട്ടുള്ളതാണ് കൾച്ചറൽ റവല്യൂഷൻ. 66 തൊട്ട് 76, 10 years ആണ് വരുന്നത്. എയിംഡ് ടു എൻഫോഴ്സ് കമ്മ്യൂണിസം ബട്ട് കോസ്റ്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ടർമോയിൽ. കമ്മ്യൂണിസത്തിലെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെവല്യൂഷനായിരുന്നു അത്.
പക്ഷേ അത് വിജയിച്ചില്ല. പിന്നെ സിഗ്നിഫിക്കൻ്റ് ഇവൻറ്റ്സ് നമുക്ക് നോക്കാം. ഇത് ഒരു ഓവർവ്യൂ പോലെ വരുന്നതാണ്. ലോങ് മാർച്ച് എന്ന് പറയുന്നുണ്ട്. അതായത് സ്ട്രാറ്റജിക് റീട്രീറ്റ് ബൈ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോളിഡിഫൈങ് മാവോ സെതങ്സ് ലീഡർഷിപ്പ്. അതാണ് ലോങ് മാർച്ച്. 34-35 ടൈമിലാണ് ലോങ് മാർച്ച് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ. ഇത് ആദ്യത്തെ ഇവൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. May 4th മൂവ്മെൻറ്റ് 1919 അല്ലേ. 1919 അറിയാം, നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലും ഒരു സിഗ്നിഫിക്കൻറ്റ് റോളുള്ള ഒരു ഇയറാണത്. പിന്നെ എ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് അഡ്വക്കേറ്റിംഗ് മോഡേണൈസേഷൻ ആൻഡ് ആൻറ്റി ഇമ്പീരിയലിസം. അപ്പം അതാണ് May 4th മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് റെഫർ ചെയ്താൽ മതി. ഇതും ചൈനീസ് റവല്യൂഷൻ്റെ ഒക്കെ തന്നെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ പറയാൻ പറ്റില്ല. ദെൻ ഫോൾ ഓഫ് ക്വിങ് ഡൈനസ്റ്റി 1912 നമ്മൾ പറഞ്ഞു അല്ലേ. മാർക്ക് ദ എൻഡ് ഓഫ് ദ ഇമ്പീരിയൽ റൂൾ ഇൻ ചൈന. അതാണ് ഫോൾ ഓഫ് ക്വിങ് ഡൈനസ്റ്റി 1912 വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. സോ നമുക്കൊന്നുകൂടെ അതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. ഇതിനകത്ത് 3 പേരെയാണ് പ്രധാനമായിട്ടും. ആരാണ്? സുൻ യാറ്റ് സെൻ, മാവോ സെതങ്, ചിയാങ് കൈഷക്. സുൻ യാറ്റ് സെൻ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അതായത് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് അല്ലേ. അതുപോലെ ലീഡർ ഓഫ് ദ 1911 റിവല്യൂഷനും സുൻ യാറ്റ് സെൻ ആണ്. മാവോ സെതങ് ലീഡർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് ഫൗണ്ടിങ് ഫാദർ ഓഫ് ദ PRC. ചിയാങ് കൈഷക് എന്ന് പറയുന്നത് ലീഡർ ഓഫ് ദ കുവോമിൻടാങ് ആൻഡ് റൈവൽ ഓഫ് ദ മാവോ സെതങ്. അവർ രണ്ടുമാണല്ലോ ഫൈറ്റ് ചെയ്തത്. ഇമ്പാക്റ്റ് എന്താണ് സംഭവിച്ചത്? ട്രാൻസിഷൻ ഫ്രം മൊണാർക്കി ടു എ റിപ്പബ്ലിക് ആൻഡ് ഇവൻച്വലി ടു എ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ്. അറിയാലോ, ഫസ്റ്റ് നമ്മൾ ക്വിങ് ഡൈനസ്റ്റിയിൽ നിന്ന് നമ്മൾ റിപ്പബ്ലിക്കിലേക്ക് വന്നു അല്ലേ. അതിനുശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റായിട്ട് അത് മാറുവാണ്. ആ ഒരു ട്രാൻസിഷൻ ഉണ്ട്. 3 ട്രാൻസിഷൻസാണ് വരുന്നത്. laid the foundation for China's modernization and socio-economic reforms, then shifted global power dynamics during the Cold War era.